ആക്ടിവിറ്റിയിൽ. അപ്പം അത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതിയോ മിസ്? പേഴ്സണൽ ആയിട്ടാണ്. പേഴ്സണലായിട്ട് അയച്ചോളൂ ആവശ്യക്കാര് ഉണ്ട് കേട്ടോ. കാരണം പലർക്കും ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ആവുമ്പോൾ അതിന്റെ അറേഞ്ച്മെന്റ് കൃത്യമായിട്ട് കിട്ടില്ല. പക്ഷെ അതിന്റെ ഒരു ഫോട്ടോ തെറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ പ്രയാസമാണ്. പക്ഷെ വേറെ ഒന്നും ഉണ്ടാവില്ല. ക്യാപ്ഷൻ എഴുതണം, അതിന്റെ ഹെഡിങ് പേരെഴുതണം, അതിന്റെ ക്യാപ്ഷൻ എഴുതണം, എല്ലാം നിങ്ങൾ ചെയ്യണം. അത് ഈ റെക്കോർഡഡ് ക്ലാസ് കൃത്യമായിട്ട് കേട്ടാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത് മാത്തമാറ്റിക്കൽ ഏരിയയില് ഏതെന്ന് ഓർക്കുന്നുണ്ടോ? നമ്പർ റോഡ്സ് കട്ട്സ് ആൻഡ് കൗണ്ടേഴ്സിലാണ് സ്റ്റോപ്പ് ചെയ്തത്. ഞാന് 6 ഗ്രൂപ്പാണ് ഞാൻ പറഞ്ഞത്. അതിൽ 2 ഗ്രൂപ്പ് കഴിഞ്ഞ തവണ കംപ്ലീറ്റ് ചെയ്തു. ഏതൊക്കെയാ? നമ്പർ റോഡ്സ് എടുത്തു, കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്, അങ്ങനെയാണ്. അത് അങ്ങനെയല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ഐ മീൻ ഒരു ഗ്രൂപ്പ് നമ്മള് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 ഇൻട്രൊഡക്ഷൻ ടു ന്യൂമറൽസ് ആണ് ഫസ്റ്റ് ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പ് നമ്മുടെ ഡെസിമൽ സിസ്റ്റം, ഇൻട്രൊഡക്ഷൻ ടു ഡെസിമൽ സിസ്റ്റം. ഇത് രണ്ടുമാണ് എടുത്തത്. ഇപ്പൊ ന്യൂമറൽസ് 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകള്. ഡെസിമൽ സിസ്റ്റം കൃത്യമായിട്ട് പറഞ്ഞാൽ വൺസ്, ടെൻസ്, 100, 1000. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ തവണ എടുത്തത്. അതായത് ഇൻട്രൊഡക്ഷൻ ടു ന്യൂമറൽസ്, ഇൻട്രൊഡക്ഷൻ ടു ഡെസിമൽ സിസ്റ്റം, ഇങ്ങനെ 2 ഗ്രൂപ്പ്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പാണ് ലീനിയർ കൗണ്ടിങ്. ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നില്ലേ? ടേബിൾ ഓഫ് കണ്ടന്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ടെക്സ്റ്റ് ഇല്ല എല്ലാവരുടെയും കയ്യിലും? യെസ് മാം. ടേബിൾ ഓഫ് കണ്ടന്റ് എന്നൊരു ഭാഗമില്ലേ? ഇങ്ങനെ വരുന്നൊരു ഭാഗമല്ലേ കണ്ടന്റ്സ് എഴുതിയ? യെസ് മാം, കിട്ടി. കിട്ടിയാ? യെസ്. ആ നമ്പർ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. പേജ് നമ്പർ 100. 100. യെസ്, പേജ് നമ്പർ 100. ഫസ്റ്റ് നമ്മള് ഇൻട്രൊഡക്ഷൻ ടു ന്യൂമറൽസ്, ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഡെസിമൽ സിസ്റ്റം. ഇത് രണ്ടുമാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് ലീനിയർ കൗണ്ടിങ് 11 to 99. അപ്പൊ 10 വരെയാണ് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിപ്പിച്ചത്. ഇനി നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിൽ, അതായത് സെക്കൻഡ് ഗ്രൂപ്പ് കഴിഞ്ഞ് തേർഡ് ഗ്രൂപ്പിൽ പഠിപ്പിക്കുന്നത് 11 മുതലാണ്. കറക്റ്റ് സീക്വൻസ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് 11, 12, 13, 14, 15, 16 അങ്ങനെ കൗണ്ട് ചെയ്യാനും അത് റൈറ്റ് ചെയ്യാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് വരുന്നത് ലിനിയർ കൗണ്ട്. ആദ്യം തന്നെ നമ്മൾ 1, 2, 3 എന്നുള്ളത് എഴുതി ജസ്റ്റ് നമ്മൾ സാൻഡ് പേപ്പർ ന്യൂമറൽസിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആദ്യം കോൺക്രീറ്റ് ആയിട്ടുള്ള ബീഡ്സ് വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. ദെൻ അതിനുശേഷം അതിന്റെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ആക്ടിവിറ്റി ഫോട്ടോസിലോട്ടൊന്ന് പോവാം. ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ? 1 to 9, then 10 to 90, 100 to 200, then 1000 to 9000 വരെയാണ്. പക്ഷെ നമ്മളിവിടെ 4000 വരെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി വരുന്നത് ഇവിടെ കണ്ടു കുറച്ച് ബീഡ്സ്. 1 റെഡ്, 2 ഗ്രീന്, 3 പിങ്ക്, 4 യെല്ലോ, 5 ലൈറ്റ് ബ്ലൂ, 6 ഗ്രേ,
7 വൈറ്റ്, 8 പർപ്പിൾ, ദെൻ 9 ഡാർക്ക് ബ്ലൂ. ഇങ്ങനെയുള്ള ബീഡ്സ് ആണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ ബീഡ്സിന് നമ്മളൊരു സ്റ്റെയർ ആക്കി മേക്ക് ചെയ്യാണ്. കാണുന്നുണ്ടല്ലോ, Yes. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റെയർ. അപ്പൊ സ്റ്റെയർ കറക്റ്റ് ആയിട്ട് വെച്ചതുണ്ടോ, 1 2 3. അപ്പൊ കളർ കോഡ് കൃത്യമായിട്ട് നമ്മൾ പാറ്റേണിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9. ഇങ്ങനെ നമ്മൾ 9 വരെയുള്ള ബീഡ്സ് ഡിഫറെന്റ് കളേഴ്സിൽ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാണ്. അതിനുശേഷം ഇത് വെച്ചിട്ടാണ് നമ്മൾ 11 to 19 പഠിപ്പിക്കുന്നത്. ഇവിടെ ടേബിൾ ഓഫ് കണ്ടന്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലിനിയർ കൗണ്ടിങ് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ ടു ദ ഷോർട്ട് ബീഡ് സ്റ്റെയർ. അതാണ് ഇത്, ഷോർട്ട് ബീഡ് സ്റ്റെയർ. ചെറിയ ബീഡ്സിന്റെ സ്റ്റെയർ, ഷോർട്ട് ബീഡ് സ്റ്റെയർ. ദെൻ അണ്ടർസ്റ്റാൻഡിങ് 11 to 19. 11 to 19 ആണ് വരുന്നത്. ഹലോ, ആ ആ ഇല്ല, ആ ഷെൽഫിലുണ്ടാവും നമ്മൾ അടുക്കളയില്. അവിടെ അവിടെ ഉണ്ടാവുന്നാല് ഞാൻ ക്ലാസ്സിലാടാ, ഞാൻ വിളിക്കാം. ഇവിടെ ഷോർട്ട് ബീഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ദെൻ ലേണിംഗ് ദ നെയിംസ് ഓഫ് ദ ക്വാണ്ടിറ്റീസ് 11 to 19. ഇവിടെ കണ്ടോ, ഇത് ഓരോ 10 ബീഡ് ബാർ ആണ് കേട്ടോ, കാണാലോ. ഓരോന്നും 10 ബീഡ് ബാർ ആണ്. 9 ബീഡ് ബാർ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9. 9 10 ബീഡ് ബാറും കൂടാതെ ഒരു ഷോർട്ട് ബീഡ് സ്റ്റെയർ, നമ്മൾ 1 to 9 വരെയുള്ള ഒരു ഷോർട്ട് ബീഡിന്റെ സ്റ്റെയർ നമ്മൾ ഇവിടെ മാറ്റിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ, ഓക്കെ അല്ലേ? ഹലോ, Okay. ആ ഓക്കെ ഓക്കെ, ആ ശരി. ഇതിന് നമ്മൾ കണ്ടോ, ഇവിടെ ഓരോ 10 ബീഡ് ബാറിനെയും നമ്മൾ ഇവിടെ എടുത്തിട്ട് ഈ 10 ബീഡ് ബാറിന്റെ കൂടെ 1 വെച്ചപ്പോ എന്തായി, 11. 2 വെച്ചപ്പോ 12. ഇവിടെ നമ്മളെ ഡയലോഗ് ഉണ്ട്, ടുഡേ വി ആർ ഗോയിങ് ടു വർക്ക് വിത്ത് 11 to 19. Then materials are 9 10 bead bar and a short bead stair. Then take a short 10 bead bar and place it one short bead. Then we have 11. We get 11. Then 10 short 10 bead bar and 2 short bead, we get 12. We add 1 10 bead bar and 3 short bead, we get 13. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് 19 വരെ പഠിപ്പിച്ചു കൊടുക്കാം. അപ്പൊ വളരെ ഈസി അല്ലേ? ഒരു 10 ബീഡ് ബാറും ഒരു ഷോർട്ട് ബീഡ് വെച്ചിട്ട് ഇവിടെ 9 ഷോർട്ട് ബീഡ് ഉണ്ട്. ഇപ്പൊ 9 വരെ നമുക്ക് ഇതേ രീതിയിൽ വെക്കാം. ഒരു ദിവസം നമ്മൾ 3 നമ്പേഴ്സ് ആണ് കാണിച്ചു കൊടുക്കുക മക്കൾക്ക്. അതുകൊണ്ടാണ് ഇവിടെ 3 നമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഫോട്ടോയിൽ. അപ്പം ഓരോ ദിവസം 3 ദിവസമായിട്ട് 11 to 19 വരെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ഇവിടെ സെയിം ഫോട്ടോ തന്നെയാണ് വന്നിട്ടുള്ളത്. 11 12 വെച്ചതാണ്, ഇവിടെ 13 വരെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസ് ഒന്ന് ഷഫിൾ ആയതാണ്. ഇനി ഇവിടെ നമ്മൾ സിഗിൻ ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ലേണിംഗ് ദ റിട്ടൺ സിംബൽസ് 11 to 19 യൂസിങ് സിഗിൻ ബോർഡ് എ. ഇതാണ് സിഗിൻ ബോർഡ് എ. 2 ബോർഡ് ഉണ്ടായിരിക്കും, അതായത് 90 വരെ. 9 10th നമ്മൾ 10 മാത്രമാണ് എഴുതുന്നത്, എല്ലാത്തിലും 10 അല്ലേ? ഈ ബോർഡിലും 10 ആണ്, അടുത്ത ബോർഡിലും സെയിം 10 തന്നെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ കുഞ്ഞിന് 10 കാണിച്ചു കൊടുക്കും. കുഞ്ഞ് നോർമലി 10 പറയും. ദിസ് ഇസ് 10. ഓക്കെ ബേബി, വി ആഡ് 1.
we get 11. We add 2, we get 12. We add 3, we get 13. Then 4 add ചെയ്യാണ് 10 and we add 4, we get 14. 10 and add 5, we get 15. ഇങ്ങനെ നമുക്ക് 19 വരെ ബോർഡിൽ പഠിപ്പിക്കാം. 9 ടെൻസ് എഴുതിയ ബോർഡാണ് സിഗിൻ ബോർഡ് എ. ടെൻസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ സിഗിൻ ബോർഡ് എയില്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് സിഗിൻ ബോർഡ് എയില് ഫുള്ളി ടെൻസ് ആയിരിക്കും. ആ ടെന്നിന്റെ അവിടെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഒരു ടെന്നിനോടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്നുള്ള കൺസെപ്റ്റ് കുഞ്ഞിന് ഈ ഒരു ആക്ടിവിറ്റി തന്നെ കിട്ടുന്നുണ്ട്. ടെന്നിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? ഷോർട്ട് പീഡ് ആഡ് ചെയ്യുന്നത്. അതേ രീതി തന്നെയാണ് ഇവിടെ റിട്ടൺ സിമ്പിൾസ് ആയിട്ടുള്ള ടെന്നിനോട് കൂടെയാണ് ന്യൂമറൽസ് ആഡ് ചെയ്യുന്നത്. അവിടെ നമുക്ക് 11ഉം 12ഉം 13ഉം റിട്ടൺ സിമ്പിൾസ് കുഞ്ഞിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ രണ്ട് മെറ്റീരിയൽ നമ്മൾ ഒരുമിച്ചാണോ കൊടുക്കുന്നത്? അല്ല, ആദ്യം നമ്മൾ കോൺക്രീറ്റ് ആയിട്ട് കൊടുക്കും. 2 മെറ്റീരിയൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 3 നമ്പേഴ്സ് ഒരു ദിവസം കൊടുക്കുള്ളൂ. 11, 12, 13 ഒരു ദിവസം പഠിപ്പിക്കുകയാണെങ്കിൽ 14, 15, 16. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് റിവിഷൻ എന്ത് പോണം? 11ഉം 12ഉം 13 പോണം. ദെൻ അന്നത്തെ ക്ലാസ് 14, 15, 16. ദെൻ ഈ 2 ക്ലാസ് കഴിഞ്ഞ് മൂന്നാമത്തെ ക്ലാസ്സിലാണ് 17, 18, 19 കൊടുക്കുക. അപ്പോൾ അന്നത്തെ ദിവസം എന്ത് റിവിഷൻ പോകണം? 11 to 16 വരെ റിവിഷൻ പോവുകയും വേണം. ദെൻ പുതിയതായിട്ട് 17, 18, 19 എന്നുള്ള 3 നമ്പറും പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. അപ്പൊ അത് ആദ്യം നമ്മൾ കോൺക്രീറ്റ് ആയിട്ട് പഠിപ്പിക്കുക. കോൺക്രീറ്റ് പറഞ്ഞാൽ 10 ബീഡ് ബാറും ഷോർട്ട് ബീഡും ആഡ് ചെയ്തിട്ട് പഠിപ്പിക്കുക. അവിടെ കുഞ്ഞുങ്ങൾക്ക് മുത്ത് കൗണ്ട് ചെയ്യാൻ പറ്റും. 10 അവർക്കറിയാം. 10ന്റെ കൺസെപ്റ്റ് നമ്മൾ ഡെസിമൽ സിസ്റ്റത്തിൽ 10 അവർക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ 10ന്റെ കൺസെപ്റ്റ് അറിയാവുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ബീഡ്സ് അവർക്ക് കൗണ്ട് ചെയ്താൽ മതി. 10ന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം എന്നുള്ളത്. 10ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 11. വി ഗെറ്റ് 11. ഇതേ രീതി തന്നെയാണ് നമ്മളെ റിട്ടേൺ സിമ്പിൾസിലും വരുന്നത്. 10ന്റെ കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എല്ലാം 10 അല്ലേ? 10ന്റെ കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അവിടെ 10ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 11, 12, ദെൻ 13, 14, 15. അങ്ങനെ നമുക്ക് 3 ദിവസം വേണം ഓരോ നമ്പേഴ്സും പഠിപ്പിക്കാൻ. കോൺക്രീറ്റ് ആയിട്ടുള്ളത് 3 ദിവസവും അബ്സ്ട്രാക്ട് ആയിട്ടുള്ള 3 ദിവസവും നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ റിപ്പീറ്റേഷൻ ഇൻക്രീസ് സക്സസ് എന്നാണ്. കുഞ്ഞുങ്ങൾക്ക് റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് സക്സസ് ആവുക. ഇനി നമുക്ക് വരുന്നത് 10, 20, 30, 40 എന്നുള്ളതാണ്. ഇവിടെ കണ്ടോ? ഇവിടെ നമുക്ക് 45 10 ബിറ്റ് ബാറിന്റെ ബോക്സ് ആണ് ഉണ്ടായിരിക്കുക. 90 വരെ പഠിപ്പിക്കുക. ദിസ് ഇസ് ഇവിടെ നമ്മൾ മെറ്റീരിയൽസ് ബോക്സോട് കൂടി തന്നെയാണ് വെക്കുക. ദെൻ we place a 10 bit bar, we get a 10. Then we place 2 10 bit bar, we get 20. We place 3 10 bit bar, we get 30. Then we place 4 10 bit bar, we get 40. 4ന്റെ ഓരോന്നിന്റെ കൂടെ 1 ആകുമ്പോൾ 10, 2 ആകുമ്പോൾ 20, 3 ആകുമ്പോൾ 30, 4 ആകുമ്പോൾ 40, 5 ആകുമ്പോൾ 50. ഇങ്ങനെ 90 വരെ കൺസെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം റിട്ടേൺ സിമ്പൽ സിഗിൻ ബോർഡ് ബി. ഇതാണ് സിഗിൻ ബോർഡ്. നേരത്തെ സിഗിൻ ബോർഡ് എ ആയിരുന്നു കാണിച്ചത്. ഈ സിഗിൻ ബോർഡ് ബിയിൽ എന്താണ് 10 to 90 വരെ അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ ഒരൊറ്റ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 11 to 99 വരെ പഠിപ്പിക്കുന്നതും അബ്സ്ട്രാക്റ്റില്. ഇവിടെ നമുക്ക് 10 to 90 വരെയാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ 45 10 ബിറ്റ് ബാർസിന്റെ ബോക്സും ഉണ്ട്. ഇവിടെ കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്ട് കണ്ടോ? 10, 20, 30, 40, 50. ഇവിടെ ഗോൾഡൻ ബീഡ് ബാർ വെച്ചാലും
അതുപോലെ നമ്മുടെ അബ്സ്ട്രാക്റ്റിന്റെ ഫോർമാറ്റ് വെച്ചാലും സെയിം ആണ് എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കുക. 60ക്ക് 6, 70ക്ക് 7 10 ബിറ്റ് ബാർ, 80ക്ക് 8 10 ബിറ്റ് ബാർ, 90ക്ക് 9 10 ബിറ്റ് ബാർ. ഓരോ 10 ബീറ്റ് ബാർ വയ്ക്കുമ്പോഴും 10 ആണ് ആഡ് ചെയ്യുന്നത്, അല്ലാതെ 1 മാത്രമല്ല. 1 to 9 ഷോർട്ട് ബീറ്റ് സ്റ്റെയർ ആണ്. ഇനി നേരത്തെ പറഞ്ഞില്ലേ 11 to 99 വരെ പഠിപ്പിക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് 31-ലാണ്. 30, then add 1, we get 31. അപ്പൊ 10 add 1 11, 10 add 2 12, 10 add 3 13, 10 add 4 14. ഇങ്ങനെ നമ്മൾ ഓറലി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, കോൺക്രീറ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇവിടെ നമുക്ക് 10 to 90 വരെ. ഇപ്പം 50 ആണ് ഒരു ബോർഡിലുള്ളത്, 90ന്റെ ബോർഡ് നമുക്ക് ഈ ബോക്സിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ എന്ത് വേണം? ഷോർട്ട് ബീഡ് വേണം. അതുപോലെ ഏത് നമ്പർ ആണോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത്രയും 10 ബിറ്റ് ബാറും ആവശ്യമാണ്. ഇവിടെ നമ്മൾ 30 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. 31. ദെൻ ഈ 1ന്റെ സ്ഥാനത്ത് നിന്ന് ഇവിടെ 1 റിമൂവ് ചെയ്തിട്ട് 2 ആണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 32 കൊടുക്കാം. ദെൻ 2നെ റിമൂവ് ചെയ്തിട്ട് 3 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ സിമ്പിൾസ് 3 കൊടുക്കാം. അപ്പോൾ 33 ആയി. അങ്ങനെ 90 വരെ നമുക്ക് പഠിപ്പിച്ചൂടെ? 11 to 99 വരെ. 11 to 99 വരെ പഠിപ്പിച്ചൂടെ? Yes, ma'am. യെസ്. ഇത് കണ്ടോ, ഇതിപ്പോ 11 to 99 ഒരു ആ നമ്പർ വെച്ചിട്ട് തന്നെ മേക്ക് ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം 11, 22, 33. ഇപ്പൊ ഇവിടെ കണ്ടോ ഓരോന്നും നമ്മൾ ഷോർട്ട് പീരീഡ് വെച്ചിട്ടുണ്ട്. 44, 55, 66, 77, 88, 99. ഇപ്പൊ ഇവിടെ 90 എന്നുള്ള സ്ഥലത്ത് നമ്മൾ 9 ആഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് 9 ആയത്. 90ന്റെ കൂടെ 1 ആഡ് ചെയ്ത് കൊടുത്താൽ 91 ആയി. 92, 93, 94, 95, 96, 97, 98, 99. ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കോൺക്രീറ്റ് ആയിട്ട് കൗണ്ടിങ് പഠിപ്പിക്കാം. ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്റ്റ് ആണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. കോൺക്രീറ്റ് ആണ് ബീഡ്സ്, അബ്സ്ട്രാക്റ്റ് എന്താണ്? സിഗിൻ ബോർഡ്, ബി ആണ്. കമ്പൈനിങ് ക്വാണ്ടിറ്റീസ് ആൻഡ് റിട്ടേൺ സിമ്പിൾസ് എന്നുള്ള ഫോട്ടോ ആണ് ഇത്. കമ്പൈനിങ് ക്വാണ്ടിറ്റീസ് ആൻഡ് റിട്ടേൺ സിമ്പിൾസ്. ഇനി നമുക്ക് വരുന്നത് സീക്വൻസ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ്. ബീഡ് ചെയിൻ, 100 ബീഡ് ചെയിൻ ആൻഡ് 1000 ബീഡ് ചെയിൻ. ഈ 100 ബീഡ് ചെയിനിൽ കണ്ടോ, അപ്പൊ ഇവിടെ നമുക്ക് 10 10 ബീഡ് ബാർ ജോയിന്റ് ചെയ്തിരിക്കുകയാണ്. കൃത്യമായിട്ട് ഓരോന്നിന്റെയും ജോയിൻ ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഈ ഒരു കോർണറിലെല്ലാം ജോയിൻ ആണ്. അതുപോലെ തന്നെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, ഒരു കൗണ്ടർ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ബീഡ് കൗണ്ട് ചെയ്യാനുള്ള ഒരു കൗണ്ടർ ഉണ്ട്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് കൗണ്ട് ചെയ്യിപ്പിക്കണം കുഞ്ഞിനെ കൊണ്ട്. ഇവിടെ കണ്ടോ 1 2 3 4. ഇപ്പൊ 10 കഴിഞ്ഞിട്ട് വീണ്ടും 1 അല്ല, 10 കഴിഞ്ഞിട്ട് 12, 20 കഴിഞ്ഞിട്ട് 21, 30 കഴിഞ്ഞിട്ട് 31, 40 കഴിഞ്ഞിട്ട് 41. അങ്ങനെ കൃത്യമായിട്ട് കൗണ്ട് ചെയ്യിക്കുക. എന്നിട്ട് ഓരോ 10 വരുന്നിടത്തും നമുക്ക് കൗണ്ടർ വയ്ക്കാം. അപ്പൊ മുകളിലത്തെ 10 വന്നപ്പോ വെച്ചത് ഏതാണ്? 10 എന്നുള്ള കൗണ്ടറാണ്. കണ്ടല്ലോ. രണ്ടാമത്തതിൽ 20. അപ്പൊ ഇവിടെ 20 ബീഡ്സ് ഉണ്ട്. മൂന്നാമത്തതിൽ 30 ബീഡ്സ് ഉണ്ട്. നാലാമത്തതിൽ 40 ബീഡ്സ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെ ക്ലിയർ ആയില്ല ഇതിപ്പോ പറഞ്ഞത്. ഇത് സീക്വൻസ് ആയിട്ട് കൗണ്ട് ചെയ്യാണ്. Okay. സീക്വൻസ് പ്രസന്റേഷൻ ആണ്. ആ കുട്ടാ പറയൂ. അതെയോ? ആ എന്തായാലും ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് വിളിക്കേട്ടോ. ഞാൻ തന്നെ കൊടുക്കാം, ഞാൻ ക്ലാസ്സിലാണ്. എന്നാ ശരിയോ? സീക്വൻസ് ആയിട്ടുള്ള പ്രസന്റേഷനിൽ നമ്മൾ 1 to 10 വരെ
1 to 10 വരെ നമ്മൾ കൗണ്ട് ചെയ്യില്ലേ? യെസ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1 to 10 അല്ല, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അതിനുശേഷം ഓരോ പീരീഡ് 21 കൗണ്ട് ചെയ്ത് പോവാ അല്ലേ? സീക്വൻസ് ആയിട്ട് 100 വരെ ഓക്കെ. നമ്മൾ കൗണ്ട് ചെയ്യിക്കുക കുട്ടീനെ കൊണ്ട്. അപ്പൊ നമ്മൾ 99 വരെ കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ കൊടുത്തില്ലേ? ആ 99 വരെ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ കൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. എന്താ ബിയില്. അപ്പൊ ഇവിടെ സീക്വൻസ് ആയിട്ട് കുഞ്ഞിന് കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് ഇപ്പം 100 വരെ കഴിഞ്ഞു. ഇനി 1000 ആണ്. 1000 ഞാൻ അത് നിർത്തി വെച്ചിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടില്ല. ഇവിടെ കണ്ടോ, 1010 ബീഡ്സ് ഉണ്ട്. എല്ലാം കണക്റ്റഡ് ആണ്, ഒന്നിനോടൊന്ന് കണക്റ്റഡ് ആണ്. ഇത് UKG ലാസ്റ്റിലേക്കൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അപ്പൊ ഇവിടെ ടെൻസ് ഉണ്ട്, ഹൺഡ്രഡ്സ് ഉണ്ട്, അതുപോലെ കൗണ്ടർ ഉണ്ട്. ഈ ഹൺഡ്രഡ്സിൽ 900 വരെ ഉണ്ടായിരിക്കും. അതുപോലെ ടെൻസിൽ നമുക്ക് ജസ്റ്റ് 100 വരെയാണ് ടെൻസിന് വെക്കുന്നത്, ബാക്കിയെല്ലാം പിന്നെ ഹൺഡ്രഡ്സ് ആണ് വെക്കുന്നത്. അപ്പോൾ 1000 ബീഡ്സ് നമ്മൾ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഇത് ഓരോന്ന് നീർത്തി നീർത്തി വരുമ്പോഴേക്കും വലിയൊരു ഹോളിന്റെ 2 തവണ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് 1000 ബീഡ് ചെയിൻ വരിക. അപ്പൊ 100ന്റെ ഇതേപോലെ തന്നെ സീക്വൻസ് ആയിട്ട് തന്നെ അവിടെ 101, 102 അങ്ങനെ കൗണ്ട് ചെയ്ത് പോകണം, അല്ലാതെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ചെയ്യല്ല. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. ഇനി വരുന്നത് ഡെസിമൽ സിസ്റ്റം ഓപ്പറേഷൻസ്. ഡെസിമൽ സിസ്റ്റം ഓപ്പറേഷൻസ് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇവിടെ വിത്തൗട്ട് ചേഞ്ച്, വിത്ത് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വിത്തൗട്ട് ചേഞ്ച് പറഞ്ഞാല് നമുക്കൊന്നും ചെയ്യാനില്ല, ആഡ് ചെയ്താൽ മതി. വിത്ത് ചേഞ്ച് ആകുമ്പോഴോ, ഇപ്പൊ നമുക്ക് 10ലേറെ സംഖ്യ വരുമ്പോ നമ്മൾ ആഡ് ചെയ്യുമ്പോ എന്ത് ചെയ്യും? അടുത്ത സംഖ്യയിലോട്ട് കൊടുക്കില്ലേ? യെസ്. അതേ രീതിയിൽ. അപ്പൊ ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ആയിട്ടാണ് ചെയ്യിക്കുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ട്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇത്രയും വലിയ സംഖ്യ എന്താ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെന്ന്. 1000ന്റെ 1434ഉം 1344 ആണ് നമ്മളിവിടെ സംഖ്യ എടുത്തിരിക്കുന്നത്. ഇവിടെ 400 ആണ് വന്നിട്ടുള്ളത്. 3 ടെൻസ്, 4 ഹൺഡ്രഡ്സ്, 3 ടെൻസ്, അതുപോലെ 4 വൺസ്, ദെൻ 1300. ഇവിടെ നമുക്ക് 300 ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദെൻ 4 ടെൻസ് ഉണ്ട്, ദെൻ 4 വൺസ് ഉണ്ട്. ഇത് നമ്മൾ ആഡ് ചെയ്യാണ്. ഇതിന് നമ്മളിങ്ങനെ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ സ്മോൾ നമ്പർ കാർഡ്സിലാണ് വെക്കുന്നത്. സ്മോൾ നമ്പർ കാർഡ്സ് പറഞ്ഞാൽ വലുപ്പത്തിൽ ചെറുതാണ്. ഇങ്ങനെ പ്ലേസ് ചെയ്യാം. അതിനുശേഷം ഈ മുത്തുകൾ ആഡ് ചെയ്യാണ്. ഈ മുത്തുകൾ ആഡ് ചെയ്ത് വെക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ, കുഞ്ഞുങ്ങൾക്ക് മുത്തുകളാണ് നമ്മൾ ആഡ് ചെയ്യാൻ കൊടുക്കുന്നത്. ഇവിടെ കണ്ടോ, മുത്ത് ആഡ് ചെയ്യാണ്. വൺസ് 4ഉം 4ഉം, 4 വൺസ് മുകളിലുണ്ട്, 4 വൺസ് താഴെയുണ്ട്. അതിനെ നമ്മൾ താഴേക്ക് കൗണ്ട് ചെയ്ത് വെക്കുമ്പോൾ എത്ര വൺസ് കിട്ടും? 8 വൺസ്. ഇനി നമ്മൾ 3 ടെൻസും 4 ടെൻസും ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 3 ടെൻസ് 4 ടെൻസ് ഒരുമിച്ച് കൗണ്ട് ചെയ്തിട്ട് വെക്കുമ്പോൾ 7 ടെൻസ് കിട്ടും. ദെൻ 400ഉം 300ഉം ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അവിടെ നമുക്ക് 700 ആണ് കിട്ടുന്നത്. ദെൻ 2000, 2000. വളരെ ഈസി ആയിട്ട് മക്കൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ ആൻസർ 2778. ഇവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഐ മീൻ നേരെ ആഡ് ചെയ്ത് കൊടുത്തേക്കാണ്, അല്ലേ?
വൺസും ടെൻസും ഹൺഡ്രഡ്സും 1000 ഒക്കെ നേരെ അങ്ങ് ആഡ് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷേ അടുത്തതില് നമുക്കൊരു ചേഞ്ചിങ് ഗെയിം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 10 വൺസായി, അല്ല സോറി 12 വൺസായി, 10ലേറെ വൺസ് വന്നു. 10ലേറെ വൺസ് വരുമ്പോൾ നമുക്ക് 12 ബീഡ് വരും അല്ലെ? ഈ 12 ബീഡിന് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇപ്പൊ സ്മോൾ നമ്പർ കാർഡ്സും ലാർജ് നമ്പർ കാർഡ്സിന്റെ വ്യത്യാസം കണ്ടോ? സ്മോൾ നമ്പർ കാർഡ്സ് വലുപ്പത്തിൽ ചെറുതാണ്, ലാർജ് നമ്പർ കാർഡ്സ് ഇച്ചിരി വലുതാണ്. ലാർജ് നമ്പർ കാർഡ്സ് ആണ് എപ്പോഴും വലിയ സംഖ്യയിൽ വരുന്നത്. ഐ മീൻ ആൻസർ എന്നുള്ള രീതിയിൽ വരുന്നതും ലാർജ് നമ്പർ കാർഡ്സ് ആണ്. പക്ഷേ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ആണ് ഇങ്ങനെ വരിക. സബ്ട്രാക്ഷനും ഡിവിഷനും നമ്മൾ ലാർജ് നമ്പർ കാർഡ്സ് നിന്ന് സ്മോൾ നമ്പർ കാർഡ്സ് ആണ് വെക്കുന്നത്. അടുത്ത ഫോട്ടോ വരുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് നമ്പേഴ്സ് എടുത്തിട്ടില്ല. വൺസ് എടുത്തിട്ടുണ്ട്, ടെൻസ് എടുത്തിട്ടുണ്ട്, ഹൺഡ്രഡ്സും 1000ഉം. ഇപ്പൊ വൺസ് തന്നെ നമുക്കറിയാം, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, 8 ഉണ്ട്. 8ഉം 5ഉം ആണുള്ളത്. 8ഉം 5ഉം നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 13 വൺസ് കിട്ടും. അപ്പൊ നമുക്ക് 13 വൺസ് എന്നുള്ളത് നമുക്ക് നമ്പേഴ്സിൽ വെക്കാൻ കഴിയോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 3 എന്നുള്ള നമ്പർ വെക്കും. 10 വൺസിന് എന്ത് ചെയ്യും? ഈ 10 ബീഡ് ബാർ ആയിട്ട് ചേഞ്ച് ചെയ്യാണ്. ഇവിടെ നമ്മൾ 100 ബീഡ് ബാർ ആണ് ചേഞ്ച് ചെയ്ത്. ടെൻസിന്റെ ഉണ്ടോ നോക്കട്ടെ. ടെൻസിനെ കണ്ടോ? ഈ ടെൻസ് ഇല്ലേ, 10 ടെൻസ് വന്നിട്ടുണ്ട്. ഈ 10 ടെൻസിനെ നമ്മൾ എന്താക്കി ചേഞ്ച് ചെയ്തു? ഒരു 100 ബാർ ആക്കിയിട്ട് 100ന്റെ കൂടെ ആഡ് ചെയ്തു. നമ്മള് കൂട്ടി എഴുതി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ തന്നെ അല്ലേ ചെയ്യുക? ഏറെ വരുന്ന സംഖ്യ എവിടേക്ക് കൊടുക്കും? നെക്സ്റ്റ് ഇതിലേക്കല്ലേ? ആ യെസ്. ഇവിടെ നമുക്ക് വൺസ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എവിടെയൊക്കെ വേണ്ടത്? വൺസിൽ നിന്ന് ടെൻസിലേക്ക് കൊടുക്കണം, ടെൻസിൽ നിന്ന് വരുമ്പോൾ ഹൺഡ്രഡ്സിലേക്ക്, ഹൺഡ്രഡ്സിന് 1000ലേക്ക്. ഇങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചേഞ്ചിങ് ഗെയിം ജസ്റ്റ് കാണിച്ചു കൊടുക്കാം മക്കൾക്ക്. അതിനുശേഷം നമ്മൾ നമ്പേഴ്സ് എടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു ബൗൾ ഉണ്ട്. ആ ബൗൾ എന്തിനുള്ളതാണ്? 10 വരുന്ന സംഖ്യ ആ ബൗളിലേക്ക് ഇടണം. എങ്കിലല്ലേ നമുക്കത് കറക്റ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. ഇവിടെ നമുക്ക് 2577ഉം 1698ഉം ആണ് സംഖ്യകളുള്ളത്. നോർമലി നമുക്കറിയാം ആഡ് ചെയ്യുമ്പോൾ 10ലേറെയാണ് വൺസും ടെൻസും ഒക്കെ വരിക. ഇവിടെ നമ്മൾ 8ഉം 7ഉം വൺസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? 8ഉം 7ഉം വൺസ് ആഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് വരിക? 15 അല്ലേ? 15. അതില് 10 വൺസിനെ നമ്മൾ ഒരു 10 ബീറ്റ് ബാർ ആയിട്ട് ചേഞ്ച് ചെയ്യും. എന്നിട്ട് 5 എന്നുള്ള നമ്പർ അവിടെ വെക്കും. ഇവിടെ കണ്ടോ 5 വെച്ചത്? ഇവിടെ 5ഉം 7ഉം മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ ടെൻസിലേക്ക് എത്തിയിട്ടുള്ളൂ, 100 പ്ലേസ് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ആൻസറിൽ 5ഉം 7ഉം മാത്രം വെച്ചത്. ഈ 5നെ നമ്മൾ അവിടെ നിർത്തി. 10നെ നമ്മൾ ആർക്ക് കൊടുത്തു? അടുത്ത ആളായിട്ടുള്ള 7 ടെൻസ് ഉണ്ട്, 9 ടെൻസ് ഉണ്ട്, അവർക്ക് കൊടുത്തു. അപ്പൊ അവിടെ നമുക്ക് എത്ര കിട്ടി? മുകളില് 8 ടെൻസും ആവും, താഴെ 9 ടെൻസും. 170 ടെൻസ് വരും. ഈ 170 ടെൻസിനെ 7 ടെൻസ് നമ്മൾ ഇവിടെ വെക്കും. ഉണ്ടാവും 2, 4, 6, 7. 7 ടെൻസിനെ നമ്മൾ ഇവിടെ വെച്ചു. ബാക്കി 10 ടെൻസിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു 100 ആക്കിയിട്ട് ഇവിടെ ഏറ്റവും ടോപ്പിൽ കണ്ടില്ലേ വെച്ചത്, സെപ്പറേറ്റ് ആയിട്ട് ഇതേ രീതിയിൽ പ്ലേസ് ചെയ്യാം. 10 ബീറ്റ് ബാറിനെ നമ്മൾ ഒരു 100 ആക്കിയിട്ട് ചേഞ്ച് ചെയ്തേക്കുകയാണ്. എന്നിട്ട് ഇനി നമ്മൾ 2 ഹൺഡ്രഡ്സിനെ നമ്മൾ ചേഞ്ച് ചെയ്യും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും?
1200 കിട്ടും. ഈ 1200-നെ 200 നമുക്ക് അവിടെ വെക്കേണ്ടതുള്ളൂ. ബാക്കി 1000-ന് എവിടേക്ക് പോവും? 1000-ന്റെ അടുത്തപ്പോ ഇവിടെ 3000 അല്ലേ ഉള്ളൂ ക്വസ്റ്റ്യനില്. 2000 മുകളിലെ റോലും 1000 താഴെ റോലും ഉള്ളതല്ലേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആൻസറിൽ എന്ത് വന്നു? 4000 വന്നു. 4000 എങ്ങനെയാ വന്നത്? നമുക്ക് 100 വന്നില്ലേ ഇവിടെ? ഇവിടെ 100 നമ്മള് ടെൻസില് 100 ബീഡ് ബാർ വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു? ആ 10 ബീഡ് ബാറിനെ നമ്മൾ ഒരു 100 ബീഡ് ബാർ ആക്കിയിട്ട് ഇവിടെ നമ്മൾ മുകളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് 7 ടെൻസ്, അതായത് 7 10 ബീഡ് ബാർ മാത്രമാണ് നമ്മൾ താഴേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി 10 ബീഡ് ബാറിനെ നമ്മൾ എന്താക്കി? ഒരു 100 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അവിടെ നമുക്ക് 100-ഉം 1000-ലധികം വന്നു. 1200 വന്നു. അപ്പൊ ഇവിടെ 200 നമ്മളവിടെ നിർത്തി. ബാക്കി 1000-ന് ആർക്ക് കൊടുത്തു? 1000-ലേക്ക് കൊടുത്തു. ആ 1000 ഇപ്പം 2000-ഉം 1000-ഉം 3000 ആണ്. പക്ഷെ നമ്മൾ കൊടുത്തൊരു 1000 കൂടെ ഉണ്ട്. അതും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് 4275 എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടിയത്. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ. ക്ലിയർ ആയിട്ടില്ല ചോദിക്കണം, കാരണം മാത്സ് ആണ്. മാത്സ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയ തന്നെ 3-4 ആയിട്ട് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ക്ലിയർ അല്ല മാം. ഇത് നമ്മള് സാധാരണ അഡീഷൻ വരുന്നത് പോലെ അല്ലേ? ഇപ്പം ഒരു അതെ, നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഒരു ബീഡ്സ് ആ. വെക്കുക, അതുപോലെ അല്ലേ വരുന്നത്? ഇവിടെ നമുക്കിപ്പം ക്വസ്റ്റ്യൻ ഇതാണ് വന്നത്. ഉം ഇപ്പൊ ഡൗട്ട് വന്ന ആള് മൈക്ക് ഓഫ് ചെയ്യണ്ട. ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ വന്നത്? 2577-ഉം 1698-ഉം. അപ്പൊ നമുക്ക് ഇവിടെ ബീഡ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. 7 ബീഡ്സ് മുകളിലും 8 ബീഡ്സ് താഴെയും. ഈ 7 ബീഡ്സും 8 ബീഡ്സും കൂടെ നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 15 വൺസ് കിട്ടുന്നില്ലേ? ഐ മീൻ 15 ബീഡ്സ് കിട്ടുന്നില്ലേ? ഉം ഓക്കെ. ഓക്കെ. ഈ 15 ബീഡ്സിൽ 5-നെ നമ്മൾ അവിടെ നിർത്തുന്നു. 10-നെ ആർക്ക് കൊടുക്കുന്നു? ടെൻസിലോട്ട് കൊടുക്കുന്നു. ടെൻസ് ഓക്കെ. ആരാണ് ഇവിടെ ഉള്ളത്? ടെൻസ് 10 ബീഡ് ബാർസ് ആണ് ഉള്ളത്. 7-ഉം 70-യും 90-യും ആണ് ഉള്ളത് അല്ലേ? അപ്പൊ അതിലേക്ക് ഒരു ടെൻസിനെ കൊടുക്കാണ്. അപ്പൊ ഇവിടെ എത്രയായി? മുകളിലെ റോയിൽ 8 ടെൻസ് ആയിരിക്കും, താഴെ 9 ടെൻസും ആയിരിക്കും. അവിടെ 8-ഉം 9-ഉം വരുമ്പോ 170 ടെൻസ് വരും. 17 ടെൻസ് വരും. 170. അവിടെ ഓക്കെ. നമ്മൾ 7 ടെൻസിനെ നമ്മൾ നിർത്തിയിട്ട് 100-ന് ആർക്ക് കൊടുക്കും? 100-ലോട്ട് കൊടുക്കാണ്. ഓക്കെ. ഇവിടെ നമുക്ക് 7 ടെൻസ് വന്നു. ദെൻ ഈ 100-നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്തായി? 500-ഉം 600-ഉം പ്ലസ് നമ്മൾ കൊടുത്ത 100-ഉം കൂടെ നമുക്ക് 1200 ആയി. ഈ 1200-നെ 200 ആണ് നമ്മളിവിടെ വെക്കുന്നത്. 1000-നെ ആർക്ക് കൊടുത്തു? 1000-ലേക്ക് കൊടുത്തു. ഇവിടെ 3000 ആണ് നമുക്ക് ആഡ് ചെയ്താൽ കിട്ടുക. അപ്പൊ ഒരു 1000 നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടുന്ന് അങ്ങോട്ടേക്ക് പാസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എത്രയാ ആൻസർ വരുന്നത്? 4275. ഓക്കെ മാം. ക്ലിയർ. ക്ലിയർ ആണോ? യെസ് മാം. ക്ലിയർ ആക്കണം കേട്ടോ, ഡൗട്ട് വരരുത്. അതിനിപ്പം മാമിനോട് ഇപ്പൊ എങ്ങനെയാ ചോദിക്കുക എന്നുള്ള ടെൻഷനേ വേണ്ട. ഞാൻ ആലോചിച്ചത് ഒരു നമ്പറിൽ കൂട്ടി കൂട്ടി പോകുന്ന, അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെയാ 4000 വരുന്നത്? ഇത് രണ്ടും കൂടി ആ കൂട്ടുന്നത് ഇപ്പഴാ ഓർത്തു. ആ യെസ്, ഇവിടെ നമ്മൾ ഇത് ആൻസർ ആണ്. ഇവിടെ ഇത് കാണുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ഓക്കെ. ഇവിടെ വിത്ത് ചേഞ്ച് ആണ് കേട്ടോ.
ഞാൻ അഡീഷൻ വിത്ത് ചേഞ്ച് ചെയ്യുന്ന ആ ഫോട്ടോയിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് വരുന്നത് ഇപ്പോൾ അഡീഷൻ്റെ ആൻസർ ആണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണ് വിട്ടിട്ടുള്ളത്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷന്റെ മറ്റൊരു വേർഷൻ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഇപ്പൊ 1231 ഇൻറ്റു 3 മൾട്ടിപ്ലയർ ആരാണ്? 3 ആണ്. 3 ടൈംസ് ആരെ മൾട്ടിപ്ലൈ ചെയ്യണം? 1231 മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യുക? സെയിം സംഖ്യ നമ്മൾ പ്ലേസ് ചെയ്യുക. 1231 എന്നുള്ള സംഖ്യകൾ പ്ലേസ് ചെയ്യുക. ഇവിടെ നമ്മൾ നേരെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വിത്തൗട്ട് ചേഞ്ചിങ് ആണ്. 3 ones ഉണ്ട്, അതുപോലെ 9 tens, 6 hundreds, then 3 thousands. ക്ലിയർ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. നന്നായിട്ടൊന്ന് ഫോട്ടോ ഒന്ന് വാച്ച് ചെയ്തോളൂ. 1231 ഇൻറ്റു 3 ആണ്. 3 തവണ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ആൻസർ വരിക. 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാല് 3നെ 3 തവണ നമ്മൾ ആഡ് ചെയ്യല്ലേ? അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ 1231 ഇൻറ്റു 3 multiplier is 3, multiplicand is 1231. 3 തവണ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽസ്. അതിന് ആഡ് ചെയ്യാണിത്. നമ്മൾ ഫസ്റ്റ് 3 ones ആഡ് ചെയ്തു, ദെൻ 9 tens. ഇവിടെ നമുക്ക് 3 എന്നുള്ളത് 3 തവണയാണ് വന്നത്. അവിടെ നമുക്ക് 9 ones ആഡ് ചെയ്തു, ദെൻ 3 തവണ 200 വന്നിട്ടുണ്ട്, അപ്പൊ 600. അതുപോലെ 3 തവണ 1000 വന്നിട്ടുണ്ട്, അവിടെ 3000. ആൻസർ ഇസ് 3693. ഓക്കെ ആണോ? ഓക്കെ, ഗുഡ്. ഇനി നെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ചേഞ്ച്. നേരത്തെ വിത്തൗട്ട് ആണ്, കാരണം നമ്മളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്ക് 2464 ഇൻറ്റു 3 തന്നെയാണ് മൾട്ടിപ്ലയർ വരുന്നത്. ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്, മെറ്റീരിയൽസ് ഒക്കെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 4 ones നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ വരിക? 3 തവണ 4 ones ആഡ് ചെയ്യാണ്. എത്ര വരിക? 12 ones. 12 ones എന്ന് വരുമ്പോൾ നമുക്ക് 12 എന്നുള്ളത് 2 ones വരുന്നത്, ബാക്കി 10 ആണ് അല്ലേ? വിത്ത് 2 ones നമ്മൾ അവിടെ പ്ലേസ് ചെയ്യും. 10 നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് ടെൻസിലോട്ട് മാറ്റും. ഇവിടെ കണ്ടോ ടെൻസിനെ മാറ്റിയത്? ഈ 10 ones 12 ones ഉണ്ടായിരുന്നു, അതിൽ 2 ones നമ്മൾ താഴെ വെച്ചിട്ടുണ്ട്. ബാക്കി 10 ones നമ്മളൊരു 10 ബീഡ് ബാർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ടെൻസിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് എന്താ വരിക? 6 tens ആണ് നമുക്ക് ഓരോന്നിലും വന്നിട്ടുള്ളത്. 60, 60, 60. അവിടേക്ക് ഒരു 10ഉം കൂടെ നമുക്ക് വേണം. അപ്പൊ അവിടെ 190 വരും. 190 അല്ലേ? ഈ 190-ല്
100 നമ്മൾ ആർക്ക് കൊടുക്കണം? 100 കൊടുക്കണം. 90 മാത്രമാണ് നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുക. ഇവിടെ കണ്ടോ 9 പ്ലേസ് ചെയ്തത് 9 10 ബീറ്റ് ബാർ. നെക്സ്റ്റ് വരുന്നത് 400s ആണ്. ഈ 400s കൊടുക്കുമ്പോൾ നമുക്ക് എന്തുണ്ട് അവിടെ? ഒരു 100 ഓൾറെഡി ഇല്ലേ? 100 ആ 90 വന്നതിൽ ഒരു 100 നമ്മൾ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പൊ അവിടെ 4 × 3 12. 12 പ്ലസ് 1 100 എത്രയാ? 1300 ആയി. അപ്പൊ 1000 നമ്മൾ 100ന്റെ സ്ഥാനത്ത് എഴുതുവോ? ഇല്ല, അത് നമ്മള് 1000ന്റെ സ്ഥാനത്ത് മാത്രമാണ് എഴുതുക. വന്നതിൽ നമ്മള് ഫസ്റ്റ് നമ്മള് ഈ 2000 എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളിവിടെ നേരത്തെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതറിയാം 6000 ആണ് എന്നുള്ളത്. 6000. ഈ 6000ലേക്ക് നമ്മൾ 100 വരുന്ന ഒരു 1000 കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നമുക്ക് 7392 എന്ന ആൻസർ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ചേഞ്ചിങ്ങിൽ വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? കാരണം നിങ്ങളുടെ ഫേസ് എക്സ്പ്രഷൻ എനിക്ക് കാണുന്നില്ല, സ്ക്രീൻ ഷെയറിംഗ് ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് വരുന്നത് സബ്ട്രാക്ഷൻ ആണ്, കുറയ്ക്കുക. ഇവിടെ നമ്മള് നേരത്തെ പറഞ്ഞ രീതിയിൽ സ്മോൾ നമ്പർ കാർഡ്സിന് പകരം എന്താ പ്ലേസ് ചെയ്തത്? ലാർജ് നമ്പർ കാർഡ്സ് ആണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ വന്ന സ്മോൾ നമ്പർ കാർഡ്സിന്റെ അവിടെ നമ്മൾ എന്തെങ്കിലും പ്ലേസ് ചെയ്തോ? താഴെ ഗോൾഡൻ ബീഡ്സ് എന്തെങ്കിലും പ്ലേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? സബ്ട്രാക്ഷൻ ആണ്, വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യയെ കുറയ്ക്കുക. ഇവിടെ നമുക്ക് 4879 എന്നുള്ളതാണ് നമ്മുടെ സംഖ്യ വരുന്നത്. ഇതിൽ നിന്ന് സബ്ട്രാഹൻഡ് ഈസ് 2364 ആണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? മുകളിൽ നിന്നുള്ള ബീഡ്സ് എടുത്ത് കൊടുക്കുക. 9ൽ നിന്ന് 4 എടുത്തിട്ട് വെക്കുക. ദെൻ 7ൽ നിന്ന് 6 എടുക്കുക. 6 10s അല്ലേ? 7ൽ നിന്ന് 6 താഴേക്ക് കൊടുക്കുക. അവിടെ താഴെ എന്തായി? 1. ഇവിടെ കണ്ടോ 1ഉം 5ഉം വെച്ചത് കണ്ടില്ലേ? ഇവിടെ 5 ബീഡ്സും 10 വൺസും ഉണ്ട്. എന്താണ് നമുക്കിവിടെ 9ൽ നിന്ന് 4 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4 കൊടുത്ത് താഴെ. അപ്പൊ നമുക്ക് 5 ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 7 10സിൽ നിന്നും 6 10s ആർക്ക് കൊടുത്തു? ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ കൊടുത്തു. ആൻസർ എന്താണ്? 110. ഇനി നമുക്ക് വേണ്ടത് 800ൽ നിന്ന് 300 ആണ്. 800നെ നമ്മൾ എവിടെ മുകളിൽ പ്ലേസ് ചെയ്തിരുന്നു, അതിനെ നമ്മൾ താഴേക്ക് 300 ആക്കി. ബാക്കി എത്രയുണ്ട്? 500 നമ്മൾ ആൻസർ ആയിട്ട് പ്ലേസ് ചെയ്യാം. ദെൻ 4000 ആയിരുന്നു 1000ൽ ഉണ്ടായിരുന്നത്. 2000 ആണ് അവർക്ക് തിരിച്ചു വരും. അപ്പൊ 4000 തന്നെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. 2000 ആണ് റിട്ടേൺ വേണ്ടത്. ആ 2000 നമ്മൾ കൊടുക്കുക. കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ തന്നെ കൊടുക്കുന്നത്. ഐ മീൻ 0 ബാലൻസ് വരാത്ത, അതുപോലെ വിത്ത് ചേഞ്ചിങ്ങും വിത്തൗട്ട് ചേഞ്ചിങ്ങും ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇനി വരുന്നത് വിത്ത് ചേഞ്ചിങ് ആണ്.
വിത്ത് ചേഞ്ചിങ്ങില് ക്വസ്റ്റ്യൻ എന്താണ്? 4352 2664. ഇപ്പൊ ഇവിടുത്തെ സംഖ്യകളില് 1000 നമുക്ക് ഓൾറെഡി കുറവാണ്. പക്ഷെ ബാക്കി എല്ലാ സംഖ്യകളും നമ്മുടെ സമ്മിൽ നിന്നും കൂടുതലാണ്, അല്ലെ? ആൻസറിൽ നിന്നും കൂടുതലാണ്. ഇപ്പൊ 2 വൺസിൽ നിന്ന് എങ്ങനെ 4 വൺസ് കൊടുക്കുക? 5 ടെൻസിൽ നിന്നും 6 ടെൻസ് കൊടുക്കാനുണ്ട്. 300 നിന്നും 600 കൊടുക്കാനുണ്ട്. 4000 നിന്ന് 2000 കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മളിവിടെ സബ്ട്രാക്ഷൻ വിത്ത് ചേഞ്ചിങ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു 10 ബീറ്റ് ബാർ കണ്ടോ എടുത്തത്? കടം എടുക്കുക എന്ന് പറയില്ലേ, ബോറോ ചെയ്യുക. ഇവിടെ നമ്മൾ വേണ്ടത് ബോറോ ചെയ്യുകയാണ്. സബ്ട്രാക്ഷനിൽ ബോറോ ചെയ്യുക. അപ്പൊ നമുക്ക് 2 വൺസ് ആണ് ഇവിടെ ഉള്ളത്, പക്ഷെ നമുക്ക് താഴെ 4 വൺസ് കൊടുക്കണം. ഇവിടെ 2 വൺസ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ തൊട്ടപ്പുറത്തെ 10 ബീറ്റ് ബാറിൽ നിന്നും കടമെടുക്കും. 10 എനിക്കൊരു 10 തരുമോ എന്ന് ചോദിച്ചിട്ട് കടമെടുക്കുകയാണ്. ഒരു 10 ബീറ്റ് ബാറിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വൺസ് ആക്കുകയാണ്. ഇവിടെ കണ്ടോ 10 വൺസ് ആക്കിയത്? 10 ബീറ്റ് ബാറിന് നമ്മൾ 10 വൺസ് ആയി. ഇവിടെ നമുക്ക് ടോട്ടൽ എന്തായി? 12 വൺസ് ഉണ്ട്. ഈ 12 വൺസിൽ നിന്ന് നമ്മൾ 4 വൺസ് ഈ താഴെയുള്ള ഇയാൾക്ക് കൊടുക്കും. 4 വൺസ് നമ്മൾ താഴെ കൊടുത്തു. ബാക്കി എത്രയുണ്ട്? 8 വൺസ് നമ്മൾ എവിടെ കൊടുത്തു? അതിന്റെ ഏറ്റവും താഴെ ആൻസർ വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ദെൻ 5 ടെൻസിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്തെടുക്കുമ്പോൾ പിന്നെ ഇവിടെ 4 ടെൻസ് അല്ലേ ഉള്ളൂ. ഈ 4 ടെൻസിൽ നിന്നും 6 ടെൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? 100നെ നമ്മൾ 10 ബീറ്റ് ബാർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം, കടമെടുക്കണം. 100ൽ നിന്നും എനിക്കൊരു 100 രൂപ വേണം, അല്ലെങ്കിൽ എനിക്കൊരു 100നെ തരുമോ എന്ന് ചോദിച്ചിട്ട് 100നെ നമ്മൾ എടുക്കുക. എന്നിട്ട് 100നെ നമ്മൾ എന്താക്കുക? 10 10 ബീറ്റ് ബാർ ആയിട്ട് മാറ്റുക, കൺവേർട്ട് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ തന്നെ പ്ലേസ് ചെയ്യുക. അതിനുശേഷം 600നെ ഇവിടെ കൊടുക്കുക. ബാക്കി എത്ര 10 ബീറ്റ് ബാർ ഉണ്ട്? നമുക്കിവിടെ 5 പോയി, പിന്നെ 4 ആയിരുന്നു. അപ്പൊ 140 10 ബീറ്റ് ബാർ ഉണ്ട്. അതിൽ നമ്മൾ 6 കൊടുത്തു. 6 10 ബീറ്റ് ബാർ കൊടുത്തു. ബാക്കി എത്ര 10 ബീറ്റ് ബാർ ഉള്ളത്? 8 10 ബീറ്റ് ബാർ. 8 10 ബീറ്റ് ബാർ നമുക്ക് ബാലൻസ് ഉണ്ട്. ആ 8നെ നമ്മൾ താഴേക്ക് കൊടുത്തു. ഇനി വരുന്നത് 300 ആയിരുന്നു. 300ൽ നിന്നും 600 നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മള് ഇപ്പൊ 300 ഒരാൾക്ക് 600 നമുക്ക് കൊടുക്കാൻ നമ്മളോട് അയാൾ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? ഒരു 600 മാത്രമല്ല വേറൊരാളോട് ചോദിക്കുക, എനിക്കൊരു 1000 രൂപ കടം തരുമോ, ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ നമ്മളൊരു 1000നെ നമ്മൾ വാങ്ങി. 1000നെ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു? 100 സ്ക്വയർ ആക്കി മാറ്റി. ഇവിടെ 3000 ഉള്ളൂ, കണ്ടോ? ഇവിടെ 3000 ഉള്ളൂ. 4000 ആണ് നമുക്ക് വേണ്ടിയിരുന്നത്. അതിനെ നമ്മൾ 100 ആയിട്ട് കൺവേർട്ട് ചെയ്തു. 100 ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം എന്താണ്? അപ്പൊ നമുക്ക് എത്ര 100 ഉണ്ട്? കൃത്യമായിട്ട് നമുക്ക് ഇവിടെ 300 വരില്ല, കാരണം ഒരു 100 നമ്മൾ എവിടേക്ക് എടുത്തു? 10 ബീറ്റ് ബാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 200 ഉള്ളൂ. 200ന്റെ കൂടെ നമുക്ക് ഈ 10 കൂടെ വെച്ച് കൊടുക്കാം. അപ്പൊ നമുക്ക് എത്ര 100 ആയി? 1200 ഹൺഡ്രഡ്സ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് 600 ആർക്ക് കൊടുക്കാം? നമ്മളെ ക്വസ്റ്റ്യനിലുള്ള ആൾക്ക് കൊടുക്കാം. ബാക്കി 600, 1200ല് 600 ഇവിടെ കൊടുത്തു. 600
തൊട്ടപ്പുറത്തുള്ള ആൾക്കും ആൻസർ ആയിട്ട് വെച്ചു. ഇനി നമ്മൾ 4,000 നമുക്ക് അവിടെ ഇല്ല, കാരണം ഒരു 1,000 നമ്മൾ 100ലേക്ക് എടുത്തിട്ടുണ്ട്. ബാക്കി 3,000 ഉള്ളൂ. ഈ 3,000 നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2,000 കൊടുക്കാണ്ട്, താഴേക്ക് നമുക്ക് ഒരു 1,000 ഉണ്ടാവുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ 2,000 കൊടുക്കാനുള്ളതാണ്. ഇപ്പൊ ലോണൊക്കെ എടുത്താൽ നമ്മൾ കൊടുക്കുന്ന രീതി തന്നെ നമ്മൾ അവർക്ക് കൊടുക്കണ്ടേ? ആ ഒരു രീതി നമ്മൾ ചിന്തിച്ചാൽ മതി. 2,000 നമ്മൾ അവർക്ക് താഴെ കൊടുത്തു. ഇനി ആൻസർ 1,000 ഉള്ളൂ. അപ്പം 4,352 subtract 2,664. Then the sum is 1,688. ക്ലിയർ അല്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടോ? ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യണം കേട്ടോ. ഹലോ, Yes, ma'am. ഇത് കത്തിയില്ലേ? മനസ്സിലായില്ലേ? ഡൗട്ട് എങ്ങനെ? ഇത് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഇനി വരുന്നത് ഡിവിഷൻ ആണ്. ഡിവിഷൻ, ഹരിക്കുക, ഹരണം. ഹരണത്തില് ഇപ്പൊ നമ്മള് ഡിവൈഡ് ചെയ്യാനുള്ള രണ്ടാണ് നോർമലി എടുക്കാറുള്ളത്. സ്റ്റുഡൻസിന്, KG സ്റ്റുഡൻസിന് നമ്മൾ 2 എന്നുള്ള രീതിയിലാണ് കൊടുക്കാറുള്ളത്. 2 അല്ലെങ്കിൽ 3 ഡിവൈഡ് ചെയ്യാം. നമ്മൾ നോർമലി 2 കൊടുക്കുന്നത്. ഇപ്പൊ ഡിവിഷനിൽ നമ്മൾ ഇത് വിത്തൗട്ട് ചേഞ്ചിങ് ആണ്. 4,862. ഇപ്പൊ നേരത്തെ നമ്മൾ ചെയ്തതെല്ലാം വൺസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അഡീഷൻ ആവട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ആവട്ടെ, സബ്ട്രാക്ഷൻ ആവട്ടെ, വൺസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1,000 നിന്നാണ്. നമ്മൾ ഹരിക്കുമ്പോ എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 1,000 നിന്നല്ലേ? പേനയും പേപ്പറും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ വെച്ചിട്ടൊന്ന് ഹരിച്ചു നോക്കിയേ. 1,000 അല്ലേ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? Yes, ma'am. യെസ്. ഇവിടെ നമ്മള് 4,000 2 പേർക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഒരാൾക്ക് 1,000 കൊടുക്കും, ദെൻ രണ്ടാമത്തെ ആൾക്ക് 1,000 കൊടുക്കും, പിന്നീട് വീണ്ടും 1,000 കൊടുക്കും, വീണ്ടും 1,000. അപ്പം കഴിഞ്ഞു, 1,000 കഴിഞ്ഞു 2 പേർക്ക് കൊടുക്കുമ്പോൾ. 800 ആണെങ്കിൽ 400 ഈച്ച് 2 പേർക്കും കൂടെ വീതം വെച്ച് കഴിഞ്ഞാൽ 400 കഴിഞ്ഞു. ദെൻ 6 tens ആണ്. 6 tensൽ നമ്മൾ 3 tens വീതം ഓരോരുത്തർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഈക്വൽ ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. ഇനി 2 ones ആണ്. 2 onesഉം ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2,431 എന്നുള്ള രീതിയിലാണ് നമുക്ക് ആൻസർ കിട്ടിയത് കേട്ടോ. 2,431. 4,862 എന്ന ഡിവിഡൻഡിനെ നമ്മൾ 2 ഡിവൈസർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. നമുക്ക് കിട്ടിയ ആൻസർ 2,431. ഇനി ഇത് നമ്മൾ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ലാണ്ട് ചെയ്തതാണ്, പക്ഷെ ചേഞ്ച് ആവുന്നുണ്ട്. എങ്ങനെയാണ്? 5,974. ഇവിടെ 5,000 ആണ്. ഈ 5,000നെ 2 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ 900ന് 2 പേർക്ക്, 7 tensന് 2 പേർക്ക്, ദെൻ 4 onesന് 2 പേർക്ക്. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ 1,000 ഓരോരുത്തർക്കും കൊടുക്കുമ്പം എന്തായി? 2,000 നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു 1,000നെ 100 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. യെസ്, 100 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് 100ലോട്ട് മാറ്റണം.
ഇവിടെ നമ്മൾ 2000 രണ്ടു പേർക്കും വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1000നെ 100 ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ 100നെ നമ്മൾ എന്ത് ചെയ്തു? രണ്ടു പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എങ്ങനെയാ വരുന്നത്? 900 ആണ്. അപ്പൊ 900ലോട്ട് നമ്മൾ ഒരു 10 കൂടെ നമ്മൾ കൊടുക്കുകയാണ്. 1000 10 അല്ലേ? അത് നമുക്ക് എത്ര വന്നു? ഓരോരുത്തർക്കും എത്രയാ വന്നത്? 900 തന്നെ നമുക്ക് വീണ്ടും വന്നു. ഐ മീൻ 1090 അല്ലേ? അപ്പൊ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 1000നെ കൺവേർട്ട് ചെയ്തിട്ട് രണ്ടു പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും 8 ആയിട്ടാണ് വരിക. 800 ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ 800 കൊടുത്തത് കണ്ടോ? 2800. അപ്പൊ അവിടെ 800 വന്നപ്പോ ഒരു 100 അവിടെ ബാലൻസ് വന്നില്ലേ? Yes. ഈ 100നെ നമ്മൾ എന്ത് ചെയ്യണം? ടെൻസ് Sir. ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ദെൻ ടെൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് 100നെ. 100നെ ടെൻസ് ആയിട്ട് 10 ടെൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി അപ്പൊ നമുക്ക് എത്രയായി? 170 ആണ് നമുക്ക് വരിക. പിന്നെ നമുക്ക് 80 തന്നെയാണ് നമുക്ക് വീണ്ടും കിട്ടുന്നത്. ദെൻ ഒരു ടെൻസിനെ നമുക്ക് വീണ്ടും എന്താക്കുന്നുണ്ട്? വൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഈ വൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ എത്രയായി? 14 വരും. 10 വൺസും പിന്നെ നമ്മൾ ഓൾറെഡി ഉള്ള 4 വൺസും. അപ്പൊ നമുക്ക് 14 വൺസ് ആയി. 14 വൺസിനെ നമ്മൾ രണ്ടുപേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 7 വൺസ് ഓരോരുത്തർക്കും കിട്ടി. നമുക്ക് ആൻസർ എത്ര കിട്ടിയത്? 2887. ഇവിടെ നമുക്ക് ലാസ്റ്റിലേക്ക് ഈവൻ ആണ് നമ്പർ. ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. തൊട്ട് മുമ്പത്തേതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. ആ ഓഡ് നമ്പേഴ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഈ 1000നെ 100 ആയിട്ടും 100നെ ടെൻസ് ആയിട്ടും ടെൻസിനെ വൺസ് ആയിട്ടും നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഈക്വൽ ആയിട്ട്. പക്ഷെ ഈ ലാസ്റ്റ് 4 എന്ന് വന്ന സ്ഥലത്ത് ഓഡ് നമ്പർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? സെയിം സംഖ്യ തന്നെയാണ്. 5974 എന്നുള്ളത് 5975 എന്നുള്ളത് ഓഡ് നമ്പർ ആക്കി ഞാൻ അവിടെ. ഈ ഓഡ് നമ്പർ ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നമുക്കൊരു 1 അല്ലേ? ഇവിടെ കണ്ടോ 1. ഈ 1 നമുക്ക് എന്താണ്? 1 എന്താണ്? റിമൈൻഡർ. യെസ്, ഇതാണ് ചേഞ്ച് ഡിവിഷൻ ചേഞ്ചിങ് വിത്ത് റിമൈൻഡർ എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് എപ്പോഴും റിമൈൻഡർ ഇങ്ങനെ വന്നു പോവില്ലേ? ഒരു 1 ആയിട്ട് വരുന്ന 1 പോയിന്റ് അങ്ങനെ സംഖ്യകൾ വരുന്നത്, അതാണ് ഡിവിഷൻ. ഇതിങ്ങനെ കോൺക്രീറ്റ് ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഇതിന്റെ അബ്സ്ട്രാക്ട് ഫോം വരുന്നുണ്ട്. അബ്സ്ട്രാക്ട് ഫോം വരുന്നതിലേക്ക് തൊട്ട് മുമ്പായിട്ടാണ് നമ്മളിത് കോൺക്രീറ്റ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ ഇന്നത്തെ? Yes, ma'am. ഓക്കെ, വെരി ഗുഡ്. മാത്സ് ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ പോർഷൻസ് എടുക്കുന്നത്. കാരണം നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം മുമ്പോട്ട് പോവാൻ. ഇത് ഈ ഫോട്ടോസും എൻ്റെ ഈ വോയിസും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ, അടുത്ത ഓരോ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. കാരണം ലാംഗ്വേജ് നമുക്ക് വീണ്ടും ഓറലി നമുക്ക് പറയാം. പക്ഷെ മാത്സ് ഓറലി പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചെയ്ത് തന്നെ പഠിക്കണം. ഇപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളില്ലേ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് മെറ്റീരിയൽസ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ബോൾസ് എടുക്കാം, ക്യൂബ്സ്, കട്ടകൾ എടുക്കാം. അപ്പൊ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതിന്റെ ചെറുതും വലുതും ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള 4 കട്ടകൾ യൂസ് ചെയ്യുക. ഒന്ന് 1000 വെച്ചിട്ട് നോക്കുക.
100 ആക്കുക, ഒന്നിനെ ടെൻസ് ആക്കുക, ഒന്നിനെ വൺസ് ആക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്പേഴ്സ് എഴുതിയിട്ട് ആ ഒരു രീതിയിൽ ആ ഒരു പാറ്റേണിൽ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ എനിക്ക് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താന്നുള്ളത് പറഞ്ഞു തരണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്. Good night, ma'am. Thank you. Thank you, ma'am. Thank Thank you, you. ma'am. Thank you, ma'am. Welcome.